നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ആഴ്സണൽ PSG-യെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG-യുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാക്കുന്നു. കളിക്ക് മുന്നോടിയായിട്ട് ഒസ്മാൻ ഡംബലയെ താനുമായിട്ട് തർക്കിച്ചതിൻ്റെ പേരിൽ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ലൂയിസ് എൻറിക്കെ. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ തീരുമാനത്തിൽ ഇപ്പോൾ ഖേദിക്കേണ്ടി വരുന്നു. കാരണം PSG അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നു, പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി. അതേസമയം ആഴ്സണലിന് വേണ്ടി കായ് ഹവേർട്സും ബുക്കായ സാക്കയും പന്ത് വലയിലേക്ക് എത്തിച്ചു. അങ്ങനെ 2-0 വിജയമാണ് ആഴ്സണൽ സ്വന്തമാക്കിയിരിക്കുന്നത്. മത്സരത്തിൽ ആഴ്സണലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഇറങ്ങിയത് കായ് ഹവേർട്സും ട്രൊസാർഡും മാർട്ടിനെല്ലിയും സാക്കയും പാർട്ടിയും റീസും ഒക്കെ ഒരുമിച്ചാണ്. മറുഭാഗത്താവട്ടെ ബർക്കോളയും ലീയും ചേർന്നുകൊണ്ടാണ് PSG-യുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 20ാമത്തെ മിനിറ്റിലാണ് ട്രൊസാർഡിന്റെ ക്രോസിൽ നിന്ന് കായ് ഹവേർട്സ് ഹെഡറിലൂടെ പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. ആ പന്തിന് വേണ്ടിയിട്ട് ഡാരുമയും ഹാവേർട്സും ഒരുമിച്ച് ചാടി ഉയർന്നതാണ്. പക്ഷേ ഹാവേർട്സ് പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് 35ാമത്തെ മിനിറ്റിലാണ് സാക്കയുടെ ഗോൾ വരുന്നത്. അത് ഫ്രീ കിക്കിലൂടെ വന്ന ഗോളാണ്. ആ ഒരു കിക്ക് അദ്ദേഹം എടുക്കുമ്പോൾ അത് വലയിലേക്ക് ഏതാ തോന്നലുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെയുള്ളൊരു കൂട്ടപ്പൊരിച്ചിലുണ്ടായിരുന്നു. അതിനിടയിലൂടെ ബോള് വലയിലേക്ക് പോവുകയും ചെയ്തു. 2-0 ലീഡിലേക്ക് ആഴ്സണൽ കടന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ പിന്നെ PSG ഗോൾ മടക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒന്നും ഫലം കാണാതെ വന്നതോടെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം ആഴ്സണൽ സ്വന്തമാക്കിയിരിക്കുന്നു. സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ ആദ്യ വിജയം, ഒരു കളി സമനില, ഒരു കളി വിജയം, അങ്ങനെ 2 കളികളിൽ നിന്ന് 4 പോയിന്റോടെ ആഴ്സണൽ ഇപ്പോൾ പുതിയ ചാമ്പ്യൻസ് ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ PSG 2 കളി, 1 ജയം, 1 തോൽവി, 3 പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ 18ാം സ്ഥാനത്താണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.